ഹലോ ഗായ്സ്, ഒരു ക്യുക്ക് ഫിലിം അപ്ഡേറ്റ് പറഞ്ഞിട്ട് പോകാനായിട്ട് വന്നതാണ്. ബെറോസ് അങ്ങനെ ഒരു 5 വർഷത്തെ കാത്തിരിപ്പ്. അതായത് 2019 ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ബെറോസ് അനൗൺസ് ചെയ്യുന്നത്. അതിനുശേഷം കോവിഡ് വന്ന് ഒരു യുഗം കഴിഞ്ഞ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കോവിഡ് വന്ന് അതൊക്കെ കഴിഞ്ഞ് 5 വർഷം പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും ഷൂട്ടിങ്ങും എല്ലാം കൂടി ചേർത്ത് ഒരു 5 വർഷത്തെ അധ്വാനത്തിന്റെ ബലം ബെറോസ് അങ്ങനെ തിയേറ്ററുകളിലേക്ക് വരാനായിട്ട് പോവുകയാണ്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന പടം. അപ്പോൾ ലാലേട്ടൻ ഫാൻസിനും അതേ കണക്ക് സിനിമാ പ്രേമികൾക്കും എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. അതായത് നാളെ റിലീസ് ആവാൻ പോകുന്ന കങ്കുവയ്ക്കൊപ്പം ബെറോസിന്റെ ട്രെയിലർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന ന്യൂസ് എല്ലാം. അതോടൊപ്പം തന്നെ ഒരു സെൻസർ സർട്ടിഫിക്കറ്റ്, ബെറോസിന്റെ ട്രെയിലർ സെൻസർ ചെയ്തിരിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റും ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അപ്പം എനിക്കിത് കിട്ടിയത് എക്സിനകത്ത് നിന്നാണ്. മൂവി നെയിം ബെറോസ് ഗാർഡിയൻ ഓഫ് ട്രഷർ 3D ട്രെയിലർ. ശരിക്കും പറഞ്ഞാൽ 3D ട്രെയിലർ റിലീസ് ചെയ്യാനായിട്ട് ഇനി ഇതിനെക്കാട്ടിയും വലിയൊരു ടൈം വരാൻ പോകുന്നില്ല. കാരണം കേരളത്തിൽ വലിയൊരു ഹൈപ്പിലാണ് കങ്കുവ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. മറ്റെവിടെയും കാണാത്ത രീതിയിൽ വലിയൊരു ഹൈപ്പും ഒരുപാട് ബുക്കിങ്ങും കേരളത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ നോക്കിക്കളയാം. മൂവി ലാംഗ്വേജ് മലയാളം ട്രെയിലർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് സോഷ്യൽ മീഡിയയിൽ റിലീസ് ആക്കുമോ എന്തോ അതറിയത്തില്ല. മൂവി കാറ്റഗറി UA 7+, സർട്ടിഫിക്കറ്റ് റീജിയണൽ ഓഫീസ് തിരുവനന്തപുരം. അങ്ങനെ സർട്ടിഫിക്കറ്റ് ലെങ്ത് അതാണ് മെയിൻ. നമ്മുടെ ട്രെയിലറിന്റെ ലെങ്ത് 2.5 മിനിറ്റ് ഉള്ള ഒരു ട്രെയിലറാണ് വരാൻ പോകുന്നത് മക്കളെ, എൻ്റെ മോനെ. അപ്പം എന്തായാലും നാളെ അറിയാം. ഇതുവരെ ബെറോസിന്റെ കുറേ പോസ്റ്ററും കുറേ പേര് ട്രോളാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്, അതൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പം എന്തായാലും ട്രെയിലറോട് കൂടി ഒരു തീരുമാനം അറിയാനായിട്ട് സാധിക്കും. എന്താണ് കഴിഞ്ഞ 5 വർഷം ലാലേട്ടൻ പാചകം ചെയ്തതെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ് ബെറോസിനായിട്ട് കാത്തിരിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ ഒന്നും കാണാതെ ഇങ്ങനൊരു പടം സംവിധാനം ചെയ്യാമെന്നൊന്നും പറഞ്ഞിട്ട് ഇറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് ബെറോസിൽ. 3D ക്യാമറയിലാണ്, അതായത് ഈ ഒരു സിനിമ ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് 3D ക്യാമറ യൂസ് ചെയ്തിട്ടാണ്. അത് വളരെ റെയർ ആയിട്ട് മാത്രമേ ഇന്ത്യൻ ഫിലിംസിൽ യൂസ് ചെയ്യാറുള്ളൂ. അതും ഒരു പ്രതീക്ഷയാണ്. പല പടങ്ങളും സാധാ ക്യാമിൽ എടുത്തിട്ട് 3D ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല, 3D ക്യാമറയിൽ തന്നെയാണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും നാളത്തെ എക്സൈറ്റ്മെന്റ് ഇപ്പം ഡബിളാണ്. ഒന്ന് കങ്കുവ ഒരു സൂര്യയുടെ ഒരു എന്താ പറയുക, ഒരുപാട് നാൾക്ക് ശേഷം വരുന്ന ഒരു വലിയ പടം, കാണാൻ എക്സൈറ്റ്മെന്റ് ഉള്ള പടം. അതോടൊപ്പം ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ലാലേട്ടൻ, ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ എന്ന് സ്ക്രീനിൽ തെളിഞ്ഞ് കാണാനായിട്ട് ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുകയാണ്. അതെന്തായാലും ട്രെയിലറിൽ നാളെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും കൂടി ഉണ്ട്. ഓക്കെ, എങ്ങനെ ആകുമെന്നോ കിടിലമായിരിക്കും. എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത്. ഇനി അങ്ങോട്ടുള്ള ഒരു 4 മാസം ലാലേട്ടൻ പടങ്ങളുടെ ആറാട്ടാണ് കേട്ടോ. അതായത് ഡിസംബറിൽ ഇപ്പം ബെറോസ് വരും. നാളെ ചിലപ്പം റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് കാണും. 20-ാം തീയതിയോ അല്ലെങ്കിൽ ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്നൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടനെ വരും. അതേ കണക്ക് ജാനുവരിയിൽ തുടരും നമ്മുടെ തരുൺ മൂർത്തി പടം ഉണ്ടെന്ന് കേൾക്കുന്നു. അതൊരു ഫീൽ ഗുഡ് പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ എനിക്ക് അത് കണ്ടപ്പോഴത്തേക്കും സന്തോഷമായിട്ട്, അങ്ങനെ ഒരു ലാലേട്ടനെ കാണാനായിട്ട് കൊതിച്ചിരുന്നതാണ്. അതെനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ എന്തായാലും അതിനുശേഷം ആണ് എമ്പുറാൻ, മാർച്ച് 27. എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു സാധനം. അപ്പോൾ എന്തായാലും ഹിറ്റ് ആവുകയാണെങ്കിൽ ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ്. അപ്പോൾ ഇതൊക്കെ ഹിറ്റ് ആവുകയാണെങ്കിൽ ലാലേട്ടൻ ഫാൻസിന്റെ ഒരു ആറാട്ട് തന്നെ കാണാം. അപ്പം എന്തായാലും ഹിറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ 3 പടങ്ങളും ഞാൻ നല്ല രീതിയിൽ പ്രതീക്ഷയോടെ എക്സൈറ്റ്മെന്റോട് കൂടി കാത്തിരിക്കുന്ന 3 പടങ്ങളാണ്. ബെറോസ് ആയാലും തുടരുമായാലും ഒരുപാട് നാൾക്ക് ശേഷം ലാലേട്ടനെ അങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയിൽ കാണാം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അതേപോലെ അത് കഴിഞ്ഞാൽ എമ്പുറാൻ. ഓക്കെ, ലൂസിഫറിന്റെ FDF കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അത് എൻ്റെ പൊന്നെ, മൊത്തത്തിലും ഒരു 1.5 തൂക്കിനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും കട്ട വെയിറ്റിംഗ്. അപ്പോൾ എന്തായാലും ബെറോസിന്റെ ട്രെയിലർ നാളെ തിയേറ്ററിൽ പോകുന്നവർക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, 3D കാണുന്നവർക്ക്. അപ്പോൾ എന്തായാലും അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.